അച്ചയൻസ് ഗോൾഡ് 20 വർഷത്തെ പാരമ്പര്യം 26 ഷോറൂമുകൾ. കോൾ 8590046916. 34.2 കോടി രൂപ ചെലവഴിച്ച് നിർമ്മാണം പൂർത്തിയാക്കിയ മൂവാറ്റുപുഴ നഗര റോഡിന്റെ ഉദ്ഘാടനം നടത്തി. പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസ് ഓൺലൈനിലൂടെ നഗര റോഡിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. നഗരവികസന പദ്ധതിയുടെ ഭാഗമായി നിർമ്മിച്ച മൂവാറ്റുപുഴ നഗര റോഡിന്റെ ഉദ്ഘാടനം നടത്തി. മാത്തിക്കുഴൽനാടൻ MLAയുടെ നേതൃത്വത്തിൽ PO ജംഗ്ഷനിൽ നിന്നും ജനപ്രതിനിധികളും പൊതുപ്രവർത്തകരും പങ്കെടുത്ത ജാഥ നഗര റോഡിലൂടെ ഉദ്ഘാടന വേദിയിലേക്ക് എത്തിയതോടെയാണ് ഉദ്ഘാടന ചടങ്ങിന് തുടക്കമായത്. പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസ് ഓൺലൈനിലൂടെ നഗര റോഡിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. മുന്നേറ്റത്തിൽ വലിയൊരു കുതിപ്പിലാണ്. കഴിഞ്ഞ 10 വർഷം കേരളത്തിൽ പുതിയ പാലങ്ങൾ, കെട്ടിടങ്ങൾ, റോഡുകൾ നിരവധിയാണ്. ജനങ്ങളാകെ അനുഭവിച്ചറിഞ്ഞ മാറ്റങ്ങളാണ് പശ്ചാത്തല വികസന മേഖലയിലുണ്ടായത്. മേൽപ്പാലങ്ങളുടെയും കെട്ടിടങ്ങളുടെയും കാര്യത്തിൽ കേരളം കൈവരിച്ച ഈ മുന്നേറ്റം ഈ നാട് അറിഞ്ഞതാണ്. റോഡുകൾ, പാലങ്ങൾ, മേൽപ്പാലങ്ങൾ പോലെ തന്നെ കെട്ടിടങ്ങൾ. ഇപ്പോൾ BMNBC റോഡുകൾ കേരളത്തിൽ വലിയ നിലയിലേക്ക് വന്നു. ഇന്ത്യയിൽ റോഡ് നിർമ്മാണ രീതിയിൽ ഏറ്റവും ഉയർന്ന ഗുണനിലവാരം ഉറപ്പുവരുത്താവുന്ന നിർമ്മാണ രീതിയാണ് BMNBC. 5-8 വർഷം BMNBC റോഡിനൊരു കുഴപ്പമുണ്ടായില്ല. പക്ഷെ ചെലവ് കൂടുതലാണ്. 5 വർഷം കൊണ്ട് 50% പൊതുമരാമത്ത് റോഡുകൾ BMNBC ആക്കണമെന്നാണ് ലക്ഷ്യം വെച്ചത്. ഇപ്പം അത് 60% ആയി എന്ന സന്തോഷം അവർ അറിയിക്കുകയാണ്. രണ്ടായിരത്തി 2016 LDF സർക്കാർ വന്നതിന് ശേഷം കേരളത്തിന്റെ പശ്ചാത്തല വികസന മേഖലയിലെ മാറ്റം ഒരു മാജിക് പോലെയാണ്. 45 കോടി രൂപയുടെ നഗരവികസന പദ്ധതിയുടെ ഭാഗമായി 34.2 കോടി രൂപ ചിലവഴിച്ചാണ് നഗര റോഡ് നിർമ്മാണം പൂർത്തിയാക്കിയത്. ചടങ്ങിൽ മാത്തിക്കുഴൽനാടൻ MLA അധ്യക്ഷത വഹിച്ചു. ഈ നേട്ടം തന്റെ മാത്രം ശ്രമഫലമല്ലെന്നും മുൻ MLAമാരായ ബാബു പോൾ, ജോസഫ് വാഴക്കൻ, എൽദോ എബ്രാഹിം എന്നിവരുടെ കാലഘട്ടത്തിൽ നടത്തിയ പ്രവർത്തനങ്ങളും പരിശ്രമങ്ങളും ഈ പദ്ധതിക്ക് പിന്നിലുണ്ടെന്നും MLA പറഞ്ഞു. എനിക്ക് നിർണായക സമയത്ത് ഏറ്റവും വലിയ പിന്തുണ തന്ന ഈ നാട്ടിലെ പ്രമുഖരായിട്ടുള്ള ഒരുപാട് പേരുണ്ട്. MLAയുടെ കഷ്ടപ്പാട് ഞങ്ങൾ കാണുന്നുണ്ട്. ഇനി മറ്റൊരു കാര്യം, ഈ നഗര റോഡ് വികസനത്തിന്റെ ഭാഗമായി ഏറ്റവും കൂടുതൽ പ്രയാസം അനുഭവിക്കേണ്ടി വന്നത്, ഒരുപക്ഷെ നിങ്ങൾ വിചാരിക്കും MLA ആണ് ഏറ്റവും കൂടുതൽ പ്രയാസം അനുഭവിച്ചതെന്നല്ല. MLAക്ക് MLAയുടെ ജോലി ചെയ്താൽ മതിയായിരുന്നു. പക്ഷെ ഞാൻ വളരെ വേദനയോടുകൂടി പറയട്ടെ, ഈ നഗര റോഡ് വികസനത്തിന്റെ ഭാഗമായി ഈ മൂവാറ്റുപുഴയിൽ ഏറ്റവും കൂടുതൽ വേദന അനുഭവിച്ചത് ഇവിടുത്തെ വ്യാപാരികളാണ്. എനിക്കറിയാം, പലപ്പോഴും അവരെന്നോട് പരിഭവിച്ചിട്ടുണ്ട്, അവരെന്നോട് പ്രയാസം പറഞ്ഞിട്ടുണ്ട്, അവരെന്നെ വിമർശിച്ചിട്ടുണ്ട്, അവരെന്നോട് ബുദ്ധിമുട്ടുകൾ പറഞ്ഞിട്ടുണ്ട്. ശരിയാണ്, ദീർഘകാലം ഈ പണിയുമായി ബന്ധപ്പെട്ട് ഈ വ്യാപാരശാലകളിൽ, ഈ കടകളിലൊന്നും കച്ചവടം നടക്കാത്ത സാഹചര്യമുണ്ടായി. അവരെ സംബന്ധിച്ച് അവരുടെ നിർണായകമായിട്ടുള്ള പല ഫെസ്റ്റിവൽ സീസൺസും പല വ്യാപാര സീസൺസും അവർക്ക് നഷ്ടപ്പെട്ടു. അപ്പോഴെല്ലാം ആ കഷ്ടപ്പാട് സഹിച്ച് ആ പ്രയാസം അനുഭവിക്കുന്നത്, ഞങ്ങൾ നഷ്ടം പേറുന്നത് ഈ നാടിന് വേണ്ടിയാണ് എന്ന് പറഞ്ഞ് എന്നോടൊപ്പം നിന്ന വ്യാപാരി സുഹൃത്തുക്കളുണ്ട്. അങ്ങനെ ആ നിലയിൽ നമ്മുടെ വഴിയാത്രക്കാരുണ്ട്. അങ്ങനെ എല്ലാവരും ചേർന്നാണ് ഈ നാടിൻ്റെ ഈ സ്വപ്നം യാഥാർത്ഥ്യമാക്കുന്നത്. അതല്ലാതെ ഏതെങ്കിലും ഒരു വ്യക്തിയുടെ മാത്രം നേട്ടമായി നിങ്ങൾ ഇതിനെ കാണേണ്ടതില്ല. പക്ഷെ എല്ലാത്തിനെയും കുറച്ച് കാണിക്കാൻ ശ്രമിക്കുന്നത് നല്ലതല്ല. ഇന്ന് നമ്മുടെ നാടിന് അഭിമാനകരമായ രീതിയിൽ ഈ പദ്ധതി പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും കിഫ്ബിയുടെ മേൽനോട്ടത്തിൽ, KRFBയുടെ സൂപ്പർവിഷനിൽ, അല്ലെങ്കിൽ KRFB ഏറ്റെടുത്ത് നടത്തിയ ഈ വർക്കാണ് ഇവിടെ പൂർത്തീകരിക്കുന്നത്. KRFB എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ P ജയരാജൻ, മൂവാറ്റുപുഴ നഗരസഭാ ചെയർപേഴ്സൺ ജോയ്സ് മേരി ആന്റണി, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KG രാധാകൃഷ്ണൻ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് നജീഷ് ഷാനവാസ്, മുൻ MLAമാരായ എൽദോ എബ്രാഹിം, ബാബു പോൾ, ജോണി നെല്ലൂർ, മുൻ നഗരസഭാ ചെയർമാൻ PP എൽദോസ്, മലങ്കര കത്തോലിക്ക മൂവാറ്റുപുഴ രൂപത അധ്യക്ഷൻ തെയോഡോഷ്യസ് മെത്രാപ്പൊലിത്ത, ജോർജ് മാന്തോട്ടം കോർ എപ്പിസ്കോപ്പ,
SNDP യൂണിയൻ സെക്രട്ടറി നാരായണൻ തുടങ്ങിയ രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തെ നിരവധി പേർ ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ്. കുറഞ്ഞ ചെലവിൽ അത്യാധുനിക ആരോഗ്യ പരിരക്ഷ. MCS ഹോസ്പിറ്റൽ. We take care of your health.